ഹലോ. ഇന്ന് നമുക്ക് സ്പ്ലിറ്റ് കപ്ലിംഗ് എന്താണെന്ന് നോക്കാം. ഈ സ്പ്ലിറ്റ് കപ്ലിംഗ് നമ്മൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് കപ്ലിംഗ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബ്ലാക്ക് റൂളാണ് ഉപയോഗിക്കുന്നത്. ഇതും ബ്ലാക്ക് റൂള് തന്നെ, പക്ഷേ ഇത്തിരി ഡിഫറെൻ്റ് രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉണ്ടല്ലോ, വണ്ടി കറക്റ്റ് അലൈൻ ചെയ്ത് നിർത്തി ട്രെയിലറിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഫിഫ്ത്ത് വീല് ഫുൾ എൻഗേജ് ചെയ്യില്ല. നമ്മൾ സാധാരണ കപ്ലിങ്ങിന് അൺകപ്ലിങ്ങിന് ബ്ലാക്ക് റൂളാണ് ഉപയോഗിക്കുന്നത്. അതായത് ബ്രേക്ക്, ലെഗ്, എയർലൈൻ, പിന്നെ ക്ലിപ്പ്, കിങ് പിൻ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തിരി ആൾട്ടർ ചെയ്ത് അത് ഉപയോഗിക്കേണ്ടി വരും. ആ ഓർഡർ ഒന്ന് ഇത് ചെയ്യണം. കാരണം നമ്മൾ ഈ ഫ്രിഡ്ജ് ട്രെയിലറൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് അവിടെ കയറി നിന്ന് കണക്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഒരു ആൾക്ക് കയറി നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കപ്ലിങ്ങിൽ നമ്മൾ ബ്ലാക്കിനെ തിരിച്ചിട്ടിട്ടാണ്, റിവേഴ്സ് ഓർഡറാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ആദ്യം കിങ് പിന്നും ക്ലിപ്പും ആണ് കൊടുക്കുന്നത്. പക്ഷേ ആ ഓർഡർ നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മളിവിടെ വന്നിട്ട് വണ്ടി കുറച്ച് ചേർത്ത് നിർത്തിയിട്ട് ഫുള്ള് ഫിഫ്ത്ത് വീൽ എൻഗേജ് ചെയ്യിക്കാതെ എയർലൈൻ എല്ലാം തന്നെ കൊടുക്കും. ഓക്കെ, ആദ്യം ഇവിടെ എയർലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ ബ്രേക്കും ഇതൊന്നും നമ്മൾ അനക്കില്ല. ഇത് ഫ്രിഡ്ജ് ട്രെയിലർ ആയതുകൊണ്ട് നമ്മൾ ആ ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഷോക്ക് കുറച്ച് പൊക്കി എൻഗേജ് ചെയ്യിക്കണം അതിൻ്റെ ഹൈറ്റിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ റിവേഴ്സ്, സ്ലോവിൽ റിവേഴ്സ് വെച്ചിട്ട് ഫുള്ള് ഫിഫ്ത്ത് വീല് ലോക്കാക്കും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും ആ ബ്ലാക്കിൻ്റെ പ്രൊസീജിയർ നേരെ റിവേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ കണ്ടു. കിങ് പിന്ന് നമ്മൾ സേഫ് ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ക്ലിപ്പ് ഇട്ടു. ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നിട്ട് നോർമൽ ബ്ലാക്ക് റൂളിൽ നമ്മൾ എയർലൈനാണ് ആദ്യം കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എയർലൈൻ നമ്മൾ നേരത്തെ, നമുക്ക് ഗ്യാപ്പ് കണ്ടോ, ഗ്യാപ്പില്ല, ശരിക്കും കണ്ടോ, എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പില്ല. ആ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഒന്ന് ആൾട്ടർ ചെയ്ത് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം നമ്മൾ തിരികെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെഗ് അൺവൈൻഡ് ചെയ്യും. ലെഗ് ഫുള്ള് കയറ്റും ബ്ലാക്കിലെ. നമ്മളിവിടെ ലെഗ് അൺവൈൻഡ് ചെയ്ത് സെക്യൂറാക്കി ചേർത്ത് വെച്ചു. ശേഷം നമ്മൾ വാക്ക് അറൗണ്ട് ചെക്ക് അതിനോടൊപ്പം തന്നെ ചെയ്യാണ്. ടയേഴ്സും എയർ ബാഗും ഒക്കെ ചെക്ക് ചെയ്തു. എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കി. എന്നിട്ട് ഇതിൻ്റെ കണ്ടോ, ഈ ട്രെയിലറിന് ഒരു പ്രത്യേകത, ഇതിൻ്റെ നമുക്ക് ബ്രേക്ക്, പാർക്ക് ബ്രേക്ക് വരുന്നത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ. അത് ഇപ്പോൾ ചിലവർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും. ചില ട്രെയിലറിന് വ്യത്യാസമുണ്ട്. സാധാരണ അത് ഫ്രണ്ടിൽ തന്നെയാണ് വരാറ്, ഇതിൻ്റെ ബാക്കിലാണ്. ഓക്കെ, അതിന് ശേഷം നമ്മളൊരു ഫുൾ റൗണ്ട് വച്ചിട്ട് ഇത് എല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ലൈറ്റ്സ് അതിൻ്റെ ഒപ്പം തന്നെ ചെക്ക് ചെയ്യും. ഡോറ് സെക്യൂർ ആണോ എന്ന് നോക്കും. നമ്പർ പ്ലേറ്റ് മറന്നു പോകാതെ തന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിലൂടെ നമ്മൾ നടന്ന് റൈറ്റ് സൈഡിലെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. എയർ ലീക്കുകളുണ്ടോ, മറ്റുള്ള ലൈറ്റ് കാര്യങ്ങൾ, അതർ ബോഡി ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ലൈറ്റ്സ് എല്ലാം നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ എല്ലാം നമ്മുടെ കീയിൽ തന്നെ ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ച് മാനുവലി കയറി ഫിസിക്കൽ ഇതുണ്ട്, കീ ഫോബിൽ തന്നെ നമുക്ക് ലൈറ്റ്സ് എല്ലാം കൺട്രോൾ കിട്ടുന്നതാണ്. നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ്. വീണ്ടും നമ്മൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തി മേക്ക് ഷുവർ ചെയ്തു എല്ലാം ഓക്കെയാണെന്ന്. അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാർക്ക് ബ്രേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അൺകപ്പിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അൺകപ്പിൾ ചെയ്യണം. അപ്പോൾ അൺകപ്പിൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് നമ്മൾ ഇത്തിരി എയർലി ഷിഫ്റ്റ് ആയതുകൊണ്ടേ ഇത്തിരി ഇരുട്ടത്തെടുത്ത് അൺകപ്ലിങ് നമുക്ക് പകൽ വെളിച്ചത്തിൽ തന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അൺകപ്ലിങ്, അതായത് സ്പ്ലിറ്റ് അൺകപ്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ബ്ലാക്കിൻ്റെ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യം വന്നിട്ട് നമ്മൾ ബ്രേക്ക് എൻഗേജ് ചെയ്യിക്കും, പാർക്ക് ബ്രേക്ക് വലിച്ചിട്ടു. ദെൻ നമ്മൾ ലെഗ്സ് അൺവൈൻഡ് ചെയ്യും, ഫുള്ളായിട്ട് അൺവൈൻഡ് ചെയ്യും. ലോക്ക് ലെഗിൻ്റെ ലിവർ നമ്മൾ ഇത്തിരി ടൈറ്റാണ്, നല്ല ടൈറ്റിലായിരിക്കുന്നത്, കുറച്ച് പാടാണ് അതൊക്കെ. ഓക്കെ,
അതെടുത്തതിന് ശേഷം നമ്മൾ ലെഗ് ഫുള്ള് വെയിറ്റ് ചെയ്യും. നന്നായിട്ട് ലോ ഗിയറിലിട്ട് ഒരു 3-4 ടേണും കൂടി തിരിച്ച് നമ്മൾ ഫുള്ള് നല്ല ടൈറ്റിൽ അത് എൻഗേജ് ചെയ്യും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ശരിക്കും എയർലൈനാണ് നമ്മൾ അതിന് ശേഷം എടുക്കേണ്ടത്. പക്ഷേ അവിടെ കണ്ടോ ഗ്യാപ്പില്ല. നമ്മളതുകൊണ്ട് എന്ത് ചെയ്യും, നേരെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ കിങ് പിന്നും ആദ്യം സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം കിങ് പിൻ, അതായത് 5th വീലിൽ നിന്നുള്ള ലോക്ക് നമ്മൾ ഡിസെൻഗേജ് ചെയ്യും, പിടിക്കും. ഓക്കെ, അഗെയിൻ നമ്മൾ യൂണിറ്റിനകത്ത് കയറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യൂണിറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് വളരെ വളരെ സ്ലോയിൽ, എത്രയധികം സ്ലോയിൽ എടുക്കാമോ അത്രയും സ്ലോയിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് നീക്കും. ഇപ്പോൾ യൂണിറ്റ് കുറച്ച് മുന്നോട്ടെടുത്ത് നമ്മൾ പാർക്ക് ബ്രേക്ക് എൻഗേജ് ചെയ്തു. തിരിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ എയർലൈൻസ് ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, കണ്ടോ ഇപ്പോൾ നമുക്ക് നല്ല ഗ്യാപ്പ് അവിടെ കിട്ടി. അവിടെ എയർലൈൻസ് നമുക്ക് വളരെ സൗകര്യപൂർവ്വം നിന്നിട്ട് ഇത് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ABSൻ്റെ ലൈൻ ഡിസെൻഗേജ് ചെയ്തു. സർവീസ് ലൈൻ യെല്ലോ കളർ എപ്പോഴും സർവീസ് ലൈനാണ്, സർവീസ് ബ്രേക്കാണ്, അത് നമ്മൾ ഡിസെൻഗേജ് ചെയ്തു. പിന്നെ വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസാണ്. 2 ലൈൻ ഉണ്ട്, അത് ഇത് ചെയ്തു. പിന്നീട് നമ്മുടെ എമർജൻസി റെഡ് കളറിലുള്ളത് എപ്പോഴും എമർജൻസി ബ്രേക്ക് ലൈനാണ്, അത് നമ്മൾ എൻഗേജ് ചെയ്തു, ഡിസെൻഗേജ് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ നമ്മൾ ഒന്നും കൂടി എല്ലാം ഓക്കെ അല്ല എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ യൂണിറ്റിനകത്തോട്ട് വരുന്നു. നമ്പർ പ്ലേറ്റ് നമ്മൾ സെക്യൂർ ആക്കി അവിടെ വെച്ചു. ശേഷം യൂണിറ്റിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ ഇനി സ്ലോലി ഫ്രണ്ടിലോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഷോക്ക് ചിലപ്പോൾ കുറച്ച് ഉയർന്നിരിക്കും 5th വീല്. ഇപ്പോൾ നമ്മളൊരു സേഫ്റ്റി ഇതിൽ എന്ത് ചെയ്യണം, കാരണം ഫുള്ള് ഞാൻ വീണ്ടും യൂണിറ്റിൻ്റെ ഷോക്ക് ഫുൾ താഴ്ത്താൻ പോകണം. അതായത് നമ്മുടെ എയർ ബാഗിലെ ഫുൾ എയറും റിലീസ് ചെയ്ത് ബാക്ക് ഫുള്ള് താഴ്ത്തും. അപ്പോൾ ഒട്ടും ഉരച്ചിലില്ലാതെ, അപ്പോൾ അത് നമുക്ക് വേറൊരു സേഫ്റ്റിയും കൂടി ഉണ്ട്. നമ്മുടെ മഡ് ഗാർഡ് അതുപോലെ ക്രാഷ് ആവുകയോ ഒന്നും ചെയ്യില്ല. വളരെ സേഫായിട്ട് തന്നെ നമുക്ക് യൂണിറ്റ് പുറത്തേക്ക് എടുക്കാം. എപ്പോഴും നമ്മൾ യൂണിറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ എത്രയും സ്ലോവിൽ എടുക്കാമോ അത്രയും നല്ലത്. ഒരിക്കലും വലിച്ചു പറിച്ച് എടുക്കരുത്. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ലെഗ് പ്രോപ്പർ ലാൻഡിങ്ങോ അതൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ സ്ലോവിൽ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് കപ്ലിങ്ങിൽ പറയാനുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷിഫ്റ്റ് തീരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസവും കൂടി നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം തരുന്നു. സേഫ് ഡ്രൈവിംഗ്, ഹാപ്പി ഡ്രൈവിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. Then home time. Thank you for watching.